ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പോൾ ഉള്ളത് നാട്ടിലാണ്, ഒറ്റപ്പാലത്താണ്. അപ്പോൾ ഞാൻ കുറേ വട്ടം കേട്ടിട്ടുണ്ട് ഈ പരാഗ് ഫാഷൻ എന്ന് പറഞ്ഞൊരു കടേനെ പറ്റിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ അത് വന്നിട്ടുണ്ട്, ഒറ്റപ്പാലത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൊച്ചിയിൽ വന്നപ്പോഴും പെരിന്തൽമണ്ണ നമ്മുടെ വീടാണ് കേട്ടോ, അവിടെ വന്നപ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോകണമെന്ന്. കാരണം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ നല്ല റീസണബിൾ പ്രൈസിന് കിട്ടുമെന്ന്. അപ്പം ഇതുവരെ എനിക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫൈനലി ഇന്ന് എനിക്ക് ഇവിടെ ഒറ്റപ്പാലത്ത് പോകാൻ പറ്റിയിട്ടോ ഷോപ്പിൽ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ ബ്രൈഡ്സ് മെയ്ഡിനൊക്കെ ഇതെടുക്കാനുണ്ടായിരുന്നു, എനിക്ക് മെറ്റീരിയൽ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കിയിട്ട് വിചാരിച്ച കളർ തന്നെ കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എക്സ്ട്രാ 2-3 ഇഷ്ടമായ പീസസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് വരൂ. അങ്ങനെ നമ്മൾ പരാഗ് ഫാഷനിൽ എത്തി കേട്ടോ. ഇത് നമ്മുടെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷന് നേരെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ സമയത്തായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ പോവുകയാണെങ്കിൽ രാവിലെ ഈ ഷോപ്പ് തുറക്കണ സമയത്ത് പോകണമെന്ന്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ പീസസും നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വന്നു പോയിട്ട് അവിടെ കണ്ടില്ലേ ഒരു ലോഡ് അവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുമായിരുന്നു കേട്ടോ. ഇതൊക്കെ പിന്നെ അവർ ഒതുക്കി വെച്ചപ്പോഴേക്കും പെട്ടെന്ന് എല്ലാവരും നല്ല സർവീസ് ആയിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഒരുപാട് മെറ്റീരിയൽസ് ലൈക്ക് ഇങ്ങനെ ബണ്ടിലായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ടാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ വർക്കുള്ള മെറ്റീരിയൽസ്. ഈ ഒരു ഗ്രേപ്പ് വൈൻ കണ്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ആ കളറ്. പക്ഷെ നമ്മൾ എടുക്കാൻ പോയത് അതായിരുന്നില്ല, അത് കാരണം അത് എടുത്തില്ല. പിന്നെ നമുക്ക് ഈ ഫങ്ഷൻ വെയറിനൊക്കെ പറ്റിയ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ആക്ച്വലി ഞാൻ കുറേ തവണ ഞാൻ ഇവിടേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഇതുവരെ എനിക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ പെട്ടെന്ന് ഒറ്റപ്പാലത്ത് ഓപ്പൺ ആക്കി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കയ്യോടെ ഞാനും അമ്മയും കൂടിയും പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രൈഡ്സ് മെയിന് ഡ്രസ്സ് എടുക്കാൻ മെയിനായിട്ട് ആ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഏത് കളർ എടുക്കണം, ഏത് മെറ്റീരിയൽ എടുക്കണം എന്നൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചൊരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്ലോറൽ വർക്ക് ഉള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചൊരു സാധനം അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പ്ലെയിൻ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലെയിൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതെ, ഇത്രയാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത്. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഷോപ്പ്, വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് രണ്ടും ഒരു ഇത്രയും സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് അവിടെ ലേസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ. ഇപ്പോൾ ഇത് ഞാനും അമ്മയും കൂടിയിട്ട് മേടിച്ചതായിരുന്നു. കുറച്ച് കോട്ടൻ്റെ കുറച്ച് നല്ല മെറ്റീരിയൽ ഉണ്ട്, അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ 2-3 എണ്ണം. ഇതൊക്കെ എൻ്റെ ആയിരുന്നു. പിന്നെ കണ്ടോ കുന്നുകൂടി കിടക്കണ കണ്ടോ, ഇതൊന്ന് സെലക്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളതെല്ലാം ബില്ല് ചെയ്യാൻ നിൽക്കുമായിരുന്നേ. പിന്നെ ഇതാണ് അവിടുത്തെ കാർഡും അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ, എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത്, ഫാൻസി ലേസും എല്ലാ ടൈപ്പ് ഷോളും അതും ഇതും എല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഞാൻ അമ്മോട് ചോദിക്കായിരുന്നു ഇഷ്ടമായിരുന്നു. അപ്പം അമ്മ പറയായിരുന്നു നല്ല കളക്ഷനായിരുന്നു എന്നൊക്കെ. അങ്ങനെ പുള്ളി ഓരോന്നായിട്ട് ബില്ല് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ലേസ്, വർക്കുള്ള ലേസൊക്കെ ഉണ്ട് കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഉള്ള ഈ ലേസ്, ഇതിനെന്താ പറയാമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാമല്ലോ. അപ്പോൾ ഞാനതെല്ലാം ചുമ്മാ അങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മളിതേ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തിട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയാണ് മേടിച്ചു കൂട്ടിയ സാധനങ്ങൾ. അതിനുശേഷം നമ്മൾ പിന്നീട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇരുട്ടാവാറായിരുന്നു. നമ്മൾ പോയപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയത്. ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോഴേക്കും കുറച്ച് ലേറ്റായി. അങ്ങനെ നമ്മളവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടി നോക്കിയിരുന്നു. വണ്ടി കാണാണ്ടായില്ല, വണ്ടി അവിടെ കിടക്കണം. അങ്ങനെ വണ്ടി കയറി പോന്നു കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങൾ മേടിച്ച സാധനങ്ങൾ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് കേട്ടോ, ഞാൻ ക്യാമറ തിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പിള്ളേർ സെറ്റിനുള്ള ക്ലോത്ത് മെറ്റീരിയൽ. ഇത് ആക്ച്വലി 2 കളർ ഉണ്ട് കേട്ടോ ഇതിൽ. അധികം മനസ്സിലാവില്ല, ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ രണ്ടും കൂടിയിട്ട്. അത് അത്ര ഇത് മനസ്സിലാവുമോയെന്ന് അറിയില്ല. കണ്ടോ, ചെറിയൊരു വ്യത്യാസമുണ്ട്. രണ്ടും സെയിം കളറല്ല കേട്ടോ, പക്ഷെ ഒരു ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കണ്ടോ, അങ്ങനെ എടുത്തതാണ്. ഞാൻ വിചാരിച്ചു നോക്കി വെച്ച ഒരു കളർ ഇത് തന്നെയായിരുന്നു കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ ആയിരുന്നു എടുക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ കിട്ടി എന്തായാലും.
അതിൽ ഹാപ്പിയാണ്. പിന്നെ ഞാനും അമ്മയും കൂടിയിട്ട് കുറച്ച് ഇതൊക്കെ എൻ്റെ ആയിരുന്നു കേട്ടോ. ഇങ്ങനെ നല്ല 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 പീസസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു 3-4 എടുത്തു. ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ, ഇതെല്ലാം കോട്ടൺ ആണ്. പിന്നെയുള്ളത് ഇതൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്യണം. സ്റ്റിച്ച് ചെയ്തിട്ട് ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ബിലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെയും സ്റ്റേ ട്യൂൺ ഗൈസ്. താങ്ക് യു.